ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്നോട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യത്തിന് മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ യൂട്യൂബ് വീഡിയോകൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്, അതേപോലെ ഞാൻ യൂട്യൂബ് വീഡിയോകളിൽ ഉപയോഗിക്കുന്ന സ്ക്രീൻ റെക്കോർഡർ ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്ന കാര്യമാണ്. ഇന്ന് ഞാൻ ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നതെന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഞാൻ മൊബൈൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാൽ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ സോഫ്റ്റ്വെയറിന്റെ പേര് ക്യാംടേഷ്യ എന്നാണ്. ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു മാസത്തെ ട്രയൽ വേർഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും, അതിനോടൊപ്പം ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ചെറിയൊരു ഓവർവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. തുടർന്ന് നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെയാണ് വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് എഫക്റ്റുകൾ ഇടാൻ സാധിക്കുന്നത്, അങ്ങനെ തുടങ്ങിയ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി തരുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ വീഡിയോകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ, വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ പുതിയ വീഡിയോകൾ, ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പുതിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോകളാക്കി അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, നമുക്ക് ഇന്ന് എങ്ങനെ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഈ സോഫ്റ്റ്വെയർ ലഭിക്കുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. www.techsmith.com എന്നാണ് ക്യാംടേഷ്യ സ്റ്റുഡിയോ ലഭിക്കുന്ന വെബ്സൈറ്റിന്റെ പേര്. ഈ വെബ്സൈറ്റിൽ നിന്നുമാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഞാൻ ഇതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ കാണുന്ന പോലെ റെഡ് ലൈനിങ് കൊടുക്കുന്നതെന്ന് പലരും ചോദിക്കുന്ന കാര്യമാണ്. ഞാൻ ഇങ്ങനെ റെഡ് ലൈനിങ് എന്റെ വീഡിയോകളിൽ കൊടുക്കുന്നത് ക്യാംടേഷ്യ എന്ന് പറയുന്ന സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ചാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോകളിൽ പറഞ്ഞു തരുന്നതാണ്. നമുക്കിനി ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണെങ്കിലും, അതല്ല നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോകളാണെങ്കിലും നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് പ്രൊഫഷണൽ ലുക്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സാധിക്കും. അത് തന്നെയല്ല, ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഇത് ട്രയൽ വേർഷൻ ലഭിക്കും. അതിനുശേഷം നിങ്ങൾക്കിത് സിംഗിൾ യൂസർ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 13,500 രൂപയാണ് ഈ സോഫ്റ്റ്വെയറിന്റെ വില. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ യൂസ് ചെയ്യുക. ഇത്രയും പണം നിങ്ങൾക്ക് മുടക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുക. ഞാൻ ഒരിക്കലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. ഇതിലും വില കുറഞ്ഞ സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്കിത് ഒരു ട്രയൽ വേർഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ട്രയൽ വേർഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫ്രീ ട്രയൽ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫ്രീ ട്രയലിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ techsmith.com ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ട്രയൽ വേർഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കൂ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ജിമെയിൽ ID കൊടുക്കുക, പാസ്വേഡ് കൊടുത്തു. അതിനുശേഷം സൈൻ അപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം, 2 ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ട്രൈ ക്യാംടേഷ്യ ഫോർ ഫ്രീ, വിൻഡോസ് ആൻഡ് മാക്. നിങ്ങൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസിന് വേണ്ടിയുള്ള ഡൗൺലോഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്കിന് വേണ്ടിയുള്ള ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് വിൻഡോസിന് വേണ്ടിയുള്ള വേർഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, താഴെയായിട്ട് ക്യാംടേഷ്യ സോഫ്റ്റ്വെയർ ഇവിടെ ഡൗൺലോഡ് ആവുകയാണ്. 272 MB സൈസ് ഉള്ള ഒരു ഫയലാണ് ഡൗൺലോഡ് ആകുന്നത്. ഇത് ഡൗൺലോഡ് ആയതിനു ശേഷം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. നോർമൽ ആയിട്ട് നിങ്ങൾ എങ്ങനെയാണോ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ നിന്ന് ഞാൻ ഇനി ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കിയാണ്. ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിനു ശേഷം ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യെസ് കൊടുക്കുക. പ്രിപ്പയറിംഗ് ഇൻസ്റ്റാളേഷൻ.
ഇപ്പോൾ Camtasia എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും Camtasia സ്ക്രീൻ റെക്കോർഡർ, അതേപോലെ Camtasia എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഇത് രണ്ടും ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡർ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇങ്ങനെയായിരിക്കും സ്ക്രീൻ റെക്കോർഡർ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് പോസ് ചെയ്യണമെങ്കിൽ പോസ് ചെയ്യാൻ സാധിക്കും, ഡിലീറ്റ് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷനുകളെല്ലാം ഇവിടെ ലഭിക്കും. ഞാൻ ഇത് ഹൈഡ് ചെയ്യുകയാണ്. അതിനുശേഷം Camtasia എന്ന് പറയുന്ന നമ്മളുടെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഞാൻ ഓപ്പൺ ആക്കിയാണ്. ഇവിടെ നിങ്ങൾക്ക് ന്യൂ പ്രൊജക്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റിംഗ് ചെയ്യുന്ന ഭാഗത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്നത്. ഇവിടെ വീഡിയോകൾ എഡിറ്റ് ചെയ്യാനായിട്ട് Camtasiaയുടെ പുതിയ അപ്ഡേഷനിൽ കുറേയേറെ പുതിയ ഫംഗ്ഷനുകൾ വന്നിട്ടുണ്ട്. ഏകദേശം 1.5 വർഷമായിട്ട് ഞാൻ ഈ സോഫ്റ്റ്വെയർ ആണ് എൻ്റെ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഈ സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ട് മീഡിയ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വീഡിയോകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഒന്നോ അതിലധികമോ വീഡിയോകൾ നിങ്ങൾക്ക് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം ഈ വീഡിയോകൾ ഡ്രാഗ് ചെയ്ത് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരണം, ടൈം ലൈനിലേക്ക് കൊണ്ടുവരണം. ഇവിടെ വെച്ചാണ് നമ്മൾ ഈ വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ എഡിറ്റ് ചെയ്യുന്ന വീഡിയോകളുടെ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതേപോലെ ഈ ഭാഗത്തായിട്ടൊരു പ്രിവ്യൂ കാണാം. അതിനുശേഷം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ പ്രോപ്പർട്ടീസിലാണ് നമ്മൾ വീഡിയോയുടെ എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ചെറിയ ടൂൾസ് കാണാൻ സാധിക്കും. ഇതുപയോഗിച്ച് വീഡിയോ കട്ട് ചെയ്യാനും അതേപോലെ അൺഡു ചെയ്യാനും റിമൂവ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ ഇവിടെ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതേപോലെ ഈ കാണുന്ന ഇതിന്റെ വലിപ്പം നിങ്ങൾക്ക് വീതി കൂട്ടണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് മീഡിയ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. മീഡിയയിൽ നിങ്ങൾക്ക് മീഡിയ പിൻ ഉണ്ട്, ലൈബ്രറി ഉണ്ട്. അതേപോലെ തന്നെ അനോട്ടേഷനിൽ കുറേയേറെ ഓപ്ഷനുകൾ ഇവിടെ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് അനോട്ടേഷനുകൾ ലഭിക്കും. ഈ അനോട്ടേഷൻസ് ഓരോന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ കുറേ ആരോസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഷേപ്സ് ഉണ്ട്. കുറേയേറെ ഷേപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ആഡ് ചെയ്യാം. അതേപോലെ ബ്ലർ ചെയ്യണമെങ്കിൽ ബ്ലർ ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നിന്ന് ലഭിക്കും. ട്രാൻസിഷൻസ്, നിങ്ങൾക്ക് ഒരുപാട് ട്രാൻസിഷനുകൾ Camtasiaയിൽ ലഭിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ വീഡിയോയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ബിഹേവിയേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഇത് പുതിയതായിട്ട് Camtasiaയിൽ ആഡ് ചെയ്ത ഒരു ഫംഗ്ഷനാണ്, ആനിമേഷൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതേപോലെയുള്ള ആനിമേഷനുകൾ നിങ്ങളുടെ വീഡിയോയിൽ കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം ആനിമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആനിമേഷനുകൾ ലഭിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനിമേഷൻ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങളുടെ വീഡിയോയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കർസർ എഫക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പുതിയതായിട്ട് കർസർ എഫക്റ്റ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ളത് ഓഡിയോ എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, വിഷ്വൽ എഫക്ട്സ് ഉണ്ട്. ഒരു വീഡിയോ എഡിറ്റിംഗിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് ലഭിക്കും. അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലേക്കും ലൈബ്രറി ഉണ്ട്, സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലഭിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ സേവ് ചെയ്യാനായിട്ട് ഈ ഷെയർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോക്കൽ ഫയൽ എന്നുള്ളതിൽ നിങ്ങൾക്ക് വീഡിയോകൾ സേവ് ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നിന്ന് ലഭിക്കും. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു തന്നു. അതേപോലെ ഇതിനെക്കുറിച്ചൊരു ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് തന്നു. കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ അതിന് ഒരുപാട് ടൈം എടുക്കും. ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്നില്ല. നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ തുടർന്നും ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് കിട്ടുന്ന കമന്റും ലൈക്കും നോക്കിയായിരിക്കും ഞാൻ ഇതിന്റെ അടുത്ത ഭാഗം റെക്കോർഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ വീഡിയോകൾ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ കമന്റ് നോക്കിയതിനു ശേഷം മാത്രമേ ഞാൻ അടുത്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്തുള്ളൂ. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു ദിവസത്തിനുള്ളിൽ എത്ര ആളുകൾ കണ്ടാലും 1000-ന് മുകളിൽ വ്യൂസ് വന്നാലും ലൈക്ക് 100-150 ലൈക്സേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ അതിൽ കുറവേ ലൈക്സ് കാണും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് നോക്കിയതിന് ശേഷം മാത്രം ഞാൻ അടുത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തുടർന്നും വീഡിയോകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.